ഒരു സഭയാം തോട്ടത്തിനകത്ത് ഉള്ള അതേ സ്തോത്രം നല്ല വിത്തുക്കൾ വീണ് ഹൃദയ നിലത്തിൽ വീണ് വിതച്ച് അത് വളർന്ന് ആമേൻ സ്തോത്രം വീണ്ടും ജന്മം പ്രാപിച്ച ഗോതമ്പ് ചെടികളുമുണ്ട്. ദുഷ്ടന്റെ വിത്ത് വീണ് ആമേൻ രൂപാന്തരമില്ലാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്ന, എത്ര വചനം കേട്ടാലും കിളിർത്തു വളരാത്ത, മാനസാന്തരപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജന്മം പ്രാപിക്കാത്ത ആളുകളും സഭയ്ക്കകത്ത് കാണും. മനസ്സിലായല്ലോ? ശരി, ഇനി രണ്ടും കൂടെ വളരുന്നത് ഇടട്ടെ, ഞാൻ കളയാങ് വിടുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ആ നെൽച്ചെടി കിളിർത്തു വളരുന്നു. ഈ നെൽച്ചെടി കിളിർത്തു വളർന്നാൽ, സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ട് പുതുജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് വളരുന്നവരാണ് ഈ ഗോതമ്പ് ചെടി. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായല്ലോ? അപ്പൊ ദൈവവചനം സ്വീകരിച്ച് പുതുജനനം പ്രാപിച്ച് വളരാത്തവർ കളകളാണ്. ഈ കളകളും കർത്താവിൻ്റെ തോട്ടത്തിൽ കാണും. അത് ശത്രു വിതച്ചതാണ്. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ ചോദിച്ചു ഇനി പിഴുത് കളയട്ടെ. കർത്താവ് പറഞ്ഞു വേണ്ട, ചേർന്ന് വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ആദ്യം ഇതിനെ കെട്ടുകളായി കെട്ടി അഗ്നിയിലിടാൻ പറയുമെന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് എത്ര കാലം ആരാധനയ്ക്ക് വന്നാലും വചനം കേട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടർ ഇടയ്ക്കിടയ്ക്ക് കാണും. അവർ മാനസാന്തരപ്പെടത്തില്ല, അവർ സ്നാനപ്പെടത്തില്ല, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കത്തില്ല. വെറും കളകളായി മാത്രമേ വളരൂ.